കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയും സുധീഷും ഹരീഷും നികേഷും ചേർന്ന് സുഭാഷിനായി ഒരു മാട്രിമോണിയൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സുഭാഷിൻ്റെ കല്യാണ കാര്യത്തിലുള്ള നിധിയുടെ ഉത്സാഹം കണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യവും ജോലിയുടെ കാര്യവുമെല്ലാം മറന്നുപോയോന്ന് സുധീഷ് പിന്നീട് അവളോടായി ചോദിക്കുന്നുണ്ട്. ജോലി കിട്ടാൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്നും കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്നും അതിന് നാളെ തന്നെ പോയാലെന്ന് വിചാരിക്കുന്നുണ്ടെന്നും തക്കലയിലുള്ള തൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ വിളിച്ചിരുന്നെന്നും അവളും നാളെ കോളേജിലേക്ക് എന്തോ ആവശ്യത്തിന് വരുന്നുണ്ടെന്നും അപ്പോൾ അവളുടെ കൂടെ പോയി താനും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വിചാരിക്കുന്നുണ്ടെന്നും നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും നാളെ രാവിലെ തന്നെ കാർ വരാൻ പറയാമെന്നും അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് തിരിച്ച ഉച്ചയാവുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴേക്കും തിരിച്ചെത്താമെന്നും സുധീഷ് പറയുന്നു. സുധീഷ് യാത്രയുടെ പ്ലാനെല്ലാം വിവരിക്കുമ്പോൾ തൻ്റെ കൂടെ വരാനായി താൻ സുധീഷിനെ വിളിച്ചില്ലെന്നും പിന്നെന്തിനാ ഈ പ്ലാനെല്ലാം തയ്യാറാക്കുന്നതെന്നും നിധി ചോദിക്കുന്നുണ്ട്. താൻ ജസ്റ്റ് ഒരു ഡ്രൈവറായി വരാമെന്നും കാറിൽ പോവാമെന്നും സുധീഷ് പറയുമ്പോൾ താൻ തനിയെ പോയിക്കൊള്ളാമെന്നും ഇനി തൻ്റെ ജോലിക്കാര്യത്തിൽ സുധീഷ് ഇടപെടേണ്ടെന്ന് അന്ന് പറഞ്ഞതല്ലേ എന്നും നിധി ചോദിക്കുന്നുണ്ട്. നിധിയെ തനിയെ വിടാൻ സാധിക്കില്ലെന്ന് സുധീഷ് പറയുമ്പോൾ തൻ്റെ കാര്യം നോക്കാൻ സുധീഷ് ആരാന്ന് നിധിയും താൻ നിധിയുടെ ഗാർഡിയനാണെന്നും തന്നെ വിശ്വസിച്ചല്ലേ നിധി തൻ്റെ കൂടെ വന്നതെന്നും സുധീഷ് ചോദിക്കുമ്പോൾ താൻ സുധീഷിനെ വിശ്വസിച്ചല്ല വന്നതെന്നും തിരുവനന്തപുരത്ത് എത്താൻ സുധീഷ് ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും അല്ലാതെ ലൈഫിൻ്റെ മൊത്തം ഗാർഡിയൻ ആവേണ്ടെന്നും നിധി പറയുമ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന അത്രയും കാലം നിധിയുടെ സുരക്ഷിതത്വം തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ നിധിയും താൻ ഈ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾക്ക് വേണ്ടിയല്ലെന്നും നിങ്ങളുടെ ചേട്ടനും അനിയന്മാർക്കും വേണ്ടിയാണെന്നും അതുകൊണ്ട് തൻ്റെ കാര്യം താൻ നോക്കിക്കൊള്ളാമെന്നും നിധി തീർത്തു പറയുന്നുണ്ട്. നിധിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് താനാണെന്നും ഈ പറയുന്നതൊന്നും ന്യായമല്ലെന്നും സുധീഷ് പറയുമ്പോൾ സുധീഷ് എന്ത് വിചാരിച്ചാലും നാളെ താൻ തനിയെ തക്കലയിലേക്ക് പോകുമെന്നും അതാണ് സത്യമെന്നും തന്റെ ജോലി താൻ തന്നെ കണ്ടെത്തുമെന്നും നിധിയും തീർത്തു പറയുന്നുണ്ട്. തനിച്ചുള്ള യാത്ര വേണ്ടെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി വാശിയോടെ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ സുധീഷും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. രാത്രിയിൽ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിധിയെ തനിച്ചങ്ങനെ വിടില്ലെന്ന വാശിയിൽ സുധീഷും നിധി കോളേജിലേക്ക് പോകുന്ന കാര്യം സുഭാഷിനെ അറിയിക്കുന്നുണ്ട്. അവരുടെ അച്ഛൻ ഭാസ്കരനും ഉമ്മറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് നികേഷിനോട് നിധിക്ക് കൂട്ടുചെല്ലാൻ പറയുന്നുണ്ടെങ്കിലും തനിക്ക് എക്സാം ആണെന്ന് നികേഷ് പറയുമ്പോൾ നികേഷിന് എക്സാം ആണെന്ന് തനിക്ക് അറിയാമെന്നും അതുകൊണ്ട് തനിയെ പോയി വരാമെന്ന് വിചാരിക്കുന്നതെന്നും നിധി പറയുന്നുണ്ട്. അവളുടെ തനിച്ചുള്ള യാത്രയിൽ സുഭാഷ് ആശങ്ക പ്രകടിപ്പിച്ച് ആരെങ്കിലും കൂട്ടി പോവാൻ പറയുമ്പോഴേക്കും സുധീഷും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാണാൻ സുധീഷിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തന്റെ ഫ്രണ്ട് കോളേജിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കൂട്ടിനായി അവൾ ഉണ്ടാവുമെന്നും നിധി പറയുമ്പോൾ താൻ കാറിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണെന്നും സമ്മതിച്ചില്ലെന്നും സുധീഷ് പരിഭവത്തോടെ പറയുമ്പോൾ അവിടെ ചെന്ന് അവരെ അറിയാം ഇവരെ അറിയാം സർട്ടിഫിക്കറ്റ് താൻ വാങ്ങിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കുമെന്നും താൻ തനിയെ പോയിക്കോളാമെന്നും നിധി പറയുമ്പോൾ ഏട്ടത്തി പറഞ്ഞത് സത്യം തന്നെയാണെന്ന് നികേഷ് ഹരീഷിനോടായി പറയുന്നുണ്ട്. അത് സമ്മതിച്ചു കൊടുക്കാതെ താൻ കൂടെ വരാമെന്നും അങ്ങനെ തനിയെ വിടാൻ പറ്റില്ലെന്നും സുധീഷ് വീണ്ടും പറയുമ്പോൾ അങ്ങനെ തനിയെ വിടില്ലെന്ന് പറയാൻ നിങ്ങളാരാ, താൻ തനിയെ പൊക്കോളാമെന്നും സുധീഷ് വരണ്ടെന്നും പറഞ്ഞതല്ലേ, ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒന്നുകൂടി പറഞ്ഞ് സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കിയാണോ എന്നും നിധി ചോദിക്കുന്നുണ്ട്. സുധീഷ് അത് കേട്ട് ചമ്മലോടെ ഇരിക്കുമ്പോൾ താൻ തനിയെ പൊക്കോളാമെന്നും സുധീഷ് വരണ്ടെന്നും ആദ്യമേ പറഞ്ഞതാണെന്നും സുധീഷ് അത് സമ്മതിച്ചതാണെന്നും പിന്നെ വീണ്ടും അത് തന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോന്നും നിധി പറയുമ്പോൾ ഹരീഷും നികേഷും അത് കേട്ട് കളിയാക്കി ചിരിക്കുന്നു. എല്ലാം കേട്ടോണ്ടിരുന്ന സുഭാഷും താൻ വേണമെങ്കിൽ കൂടെ വരാമെന്ന് പറയുമ്പോൾ തക്കലയിലേക്ക് അധികം ദൂരമൊന്നും ഇല്ലല്ലോ എന്നും രാവിലെ പോയാൽ രാത്രിയാവുമ്പോൾ തിരിച്ചെത്താമെന്നും അന്ന് നികേഷിന്റെ കൂടെ യാത്ര ചെയ്ത പരിചയമുണ്ടെന്നും തൻ്റെ അച്ഛനെ പോലെ തനിയെ പുറത്തു വിടാൻ സമ്മതിക്കില്ലേ എന്നും തൻ്റെ വീട്ടിലെയും മെയിൻ പ്രശ്നം ഈ സ്വാതന്ത്ര്യമില്ലായ്മയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ തനിയെ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ജോലി ചെയ്യണമെന്നും അവിടെ തനിച്ച് താമസിക്കണമെന്നതും തൻ്റെ ആഗ്രഹമായിരുന്നുവെന്നും നിധി പറയുമ്പോൾ സുഭാഷും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. സുധീഷ് സുഭാഷിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമുണ്ടാവില്ലെന്നും നിധി തനിയെ പോയിട്ട് വരട്ടെ എന്നും സുഭാഷും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഉമ്മറത്തിരിക്കുകയാണ് ഭാസ്കരനും. രാവിലെ നിധി യാത്രയ്ക്ക് റെഡിയാവുമ്പോൾ ശ്രദ്ധിച്ചു പോണമെന്നും ഇതുവരെ തനിയെ ഒരിടത്തും പോവാത്തതാണെന്നും സുധീഷ് ഉപദേശിക്കുന്ന കണ്ട് നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ യാത്ര ചെയ്തതുകൊണ്ട് ഇനി തനിച്ചു പോകുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നും നിധിയും പറയുന്നുണ്ട്. സുഭാഷും യാത്രക്കിടയിൽ അവൾക്ക് കഴിക്കാനുള്ള സ്നാക്സും വെള്ളവും എല്ലാം കൊടുത്തോണ്ട് മൊബൈൽ എടുത്തിട്ടില്ലേ എന്നും താൻ ഇടയ്ക്കിടെ വിളിച്ചോളാമെന്നും ഓർമ്മിപ്പിച്ച് സുധീഷിനോടായി അവളെ ബസ് കയറ്റി വിടാനായി പറയുന്നുണ്ട്. നിധി എല്ലാവരോടും യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും സുധീഷ് അവളുടെ യാത്രയ്ക്കായി ഏൽപ്പിച്ച ഒരു കാർ മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. താൻ ബസ്സിൽ പോയിക്കോളാമെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും കാറിൽ തന്നെ പോയാൽ മതിയെന്ന് സുഭാഷും സുധീഷും അവളെ നിർബന്ധിക്കുന്നുണ്ട്. ഈ കാർ തൻ്റെ ട്രാവൽസിലെ കാറാണെന്ന്
സുധീഷ് ഏട്ടൻ തട്ടിവിട്ടിട്ടുണ്ടാവുമല്ലേ എന്ന് ഹരീഷും നികേഷിനോടായി പറയുന്നുണ്ട്. സുധീഷും ഡ്രൈവറുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഇത് തൻ്റെ ട്രാവൽസിലെ കാറാണെന്നാണ് പറഞ്ഞതെന്നും അങ്ങനെ തന്നെ അഭിനയിക്കണമെന്നും അയാളെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. നിധി ആ കാറിലേക്ക് കയറിയിരിക്കുമ്പോഴേക്കും ഇത് നമ്മുടെ തന്നെ കാറാണെന്നും ഒന്നും പേടിക്കേണ്ടെന്നും പറഞ്ഞ് ട്രാവൽസിന്റെ ഓണർ എന്ന രീതിയിൽ ഡ്രൈവർക്ക് നിർദ്ദേശമെല്ലാം കൊടുത്തോണ്ട് അവളെ യാത്രയാക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി ഇറങ്ങിയോന്ന് അന്വേഷിച്ച് അവളുടെ ഫ്രണ്ടിന്റെ കോൾ വരുന്നുണ്ട്. ഇറങ്ങിയെന്ന് നിധി പറയുമ്പോൾ കോളേജ് എത്തുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ വിളിച്ചു പറഞ്ഞാൽ മതിയെന്നും താൻ അങ്ങോട്ട് എത്തിക്കോളാമെന്നും നിധിയുടെ കോൾ വന്നപ്പോൾ അത് സർപ്രൈസ് ആയെന്നും നിധിയെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാതെ ഫ്രണ്ട്സ് എല്ലാം ടെൻഷനിലായിരുന്നുവെന്നും നിധി വിളിച്ച കാര്യമെല്ലാം താൻ അവരെ അറിയിച്ചെന്നും അവർക്കെല്ലാം സർപ്രൈസ് ആയെന്നും അവളുടെ ഫ്രണ്ട് പറയുമ്പോൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇതൊരു ആഘോഷമാക്കേണ്ടെന്നും തനിക്ക് ഉടനെ തന്നെ മടങ്ങണമെന്നും അവരോടൊന്നും സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ല താനെന്നും അവരെയൊന്നും വിളിക്കേണ്ടെന്നും നിധി പറയുമ്പോൾ നിധി വിളിച്ചെന്ന് മാത്രമാണ് താൻ പറഞ്ഞതെന്നും കോളേജിലേക്ക് വരുന്ന കാര്യമൊന്നും അവരോട് പറഞ്ഞിട്ടില്ലെന്നും താൻ കാര്യം ആരെയും അറിയിക്കില്ലെന്നും പറഞ്ഞ് നിധി ആരെയാ കല്യാണം കഴിച്ചതെന്നും ഇങ്ങനെയൊരു പ്രണയം നടക്കുന്ന കാര്യം തന്നോട് പറഞ്ഞില്ലല്ലോ എന്നുമൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഭാസ്കരൻ റോഡിന് നടുവിൽ കയറി നിന്ന് അവരുടെ കാർ തടയുന്നത്. പെട്ടെന്ന് കാർ നിർത്തിയത് കണ്ട് നിധിയും ഞെട്ടലോടെ താൻ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് ഒരുങ്ങിയ ഭാസ്കരനും ആ കാറിന്റെ മുൻ സീറ്റിലേക്ക് കയറിയിരുന്ന് വണ്ടി എടുക്കാനായി പറയുന്നുണ്ട്. ഭാസ്കരൻ ഡ്രൈവറോട് കുശലാന്വേഷണം നടത്തുമ്പോഴേക്കും സുധീഷിന്റെ അച്ഛനാണിതെന്ന് ഡ്രൈവറും നിധിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നീ പറഞ്ഞിട്ട് വേണോ, അവൾക്കത് അറിയില്ലേ, നേരെ നോക്കി വണ്ടി ഓടിക്കുന്ന ഭാസ്കരനും. നിധിയും സുധീഷിന്റെ അച്ഛനോടായി എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. തങ്ങൾ തക്കലയിലെ നിധി പഠിച്ച കോളേജിലേക്കാണെന്ന് ഡ്രൈവർ പറയുമ്പോൾ താനും ആ വഴിക്കാണെന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അമ്പലത്തിലേക്കാണോ എന്ന് ഡ്രൈവർ വീണ്ടും ചോദിക്കുമ്പോൾ താൻ എവിടേക്കാണെങ്കിലും ഇയാൾക്കെന്താ, നേരെ നോക്കി വണ്ടി ഓടിക്കെന്ന് പറഞ്ഞ് ഡ്രൈവറോട് പാട്ടെല്ലാം വെക്കാനായി പറയുന്നുണ്ട് ഭാസ്കർ. അവിടെ സുധീഷും സുഭാഷിനെയും കൊണ്ടുള്ള ബൈക്ക് യാത്രക്കിടയിൽ നിധി തനിയെ പോയതിലുള്ള തന്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അവൾ ഉറപ്പായും സർട്ടിഫിക്കറ്റും വാങ്ങി തിരികെ വരുമെന്ന് സുഭാഷ് അവനെ ആശ്വസിപ്പിക്കുമ്പോൾ കാറിന്റെ വാടക കൊടുക്കാനായി ഒരു 3000 രൂപ തരണമെന്ന് സുധീഷും ആവശ്യപ്പെടുന്നുണ്ട്. താൻ കാശെടുത്തില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ ജിപേ ചെയ്താൽ മതിയെന്നും അടുത്ത മാസം തൊട്ട് താനും വീട്ടുചെലവിനുള്ള കാശെല്ലാം തന്നോളാമെന്നും പറയുന്നുണ്ട്. നിധിയുടെ കൂടെയുള്ള യാത്രക്കിടയിൽ ഭാസ്കരൻ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി നിധിയെ ടോയ്ലറ്റിലേക്കെല്ലാം പറഞ്ഞു വിടുന്നുണ്ട്. അവൾ ടോയ്ലറ്റിൽ പോകുമ്പോഴേക്കും ഭാസ്കരൻ ഡ്രൈവറെ 3 ചിക്കൻ ബിരിയാണി വാങ്ങാനായി പറഞ്ഞയച്ച് ആ ഡ്രൈവറുടെ സീറ്റിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. പിന്നീടുള്ള അവരുടെ യാത്രയിൽ ഭാസ്കരനായിരുന്നു കാർ ഓടിച്ചത്. ഡ്രൈവർ എവിടെയെന്ന് ആലോചിച്ച് നിധിയും പരിഭ്രമത്തോടെ ഇരിക്കുമ്പോഴാണ് ഭാസ്കരൻ ഒരിടത്ത് കാർ നിർത്തുന്നത്. ഡ്രൈവർ ഫുഡുമായി കാറിനകത്തേക്ക് കയറുമ്പോൾ താൻ ഓടിച്ചോളാമെന്ന് പറഞ്ഞ് ഭാസ്കരനും ഫുൾ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഡ്രൈവർക്ക് നിർദ്ദേശമെല്ലാം നൽകുന്നുണ്ട്. യാത്രക്കിടയിൽ ഫുഡ് കഴിക്കാനായി വഴിയിലൊരിടത്ത് കാർ നിർത്തുന്നുണ്ട് ഭാസ്കരൻ. ഡ്രൈവറും ഫുഡെല്ലാം എടുത്തോണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഭാസ്കരൻ നിധിക്കുള്ള ഫുഡ് കാറിലേക്ക് കൊടുത്തോണ്ട് തൻ്റെ അരയിലിരുന്ന കത്തി വലിച്ചെടുക്കുന്നത് കണ്ട് നിധിയും ആകെ ഞെട്ടലോടെ ഇരിക്കുന്നുണ്ട്. കത്തി നല്ല മൂർച്ചയുണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ട് ഭാസ്കരനും ഒരു ആപ്പിൾ എടുത്ത് മുറിക്കുമ്പോഴേക്കും നിധിക്കും ആശ്വാസമാവുന്നുണ്ട്. ഡ്രൈവറും ഭാസ്കരനും കൂടി പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നിധിയും കാറിലിരുന്ന് പരിഭ്രമത്തോടെ ആ ഫുഡ് മുഴുവൻ കഴിച്ചു തീർക്കുന്നുണ്ട്. പിന്നീട് അവർ കോളേജിലെത്തുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിടി നിർത്തുമ്പോഴേക്കും ഭാസ്കരൻ അവന് വഴക്കു പറയുന്നുണ്ട്. നിധി പഠിച്ച കോളേജ് എത്തിയെന്ന് ഡ്രൈവർ ഓർമ്മിപ്പിക്കുമ്പോൾ അവൾ പഠിച്ച കോളേജ് ഇതുതന്നെയല്ലേ എന്നും ഏത് സബ്ജക്റ്റാ പഠിച്ചതെന്നും ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. കോളേജ് ഇതുതന്നെയാണെന്നും ആർക്കിടെക്റ്റാണ് പഠിച്ചതെന്നും നിധി പറയുമ്പോഴേക്കും അവളുടെ ഫ്രണ്ടിനെ കണ്ട് നിധിയും പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവർ തമ്മിൽ കുശലാന്വേഷണം നടത്തുമ്പോഴേക്കും ഭാസ്കരനും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇത് തന്റെ ഫ്രണ്ടാണെന്നും താൻ പോയിട്ട് വരാമെന്നും നിധി പറയുമ്പോൾ പോയിട്ട് വായെന്നും താൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതിയെന്നും ഭാസ്കരൻ പറയുമ്പോഴേക്കും നിധിയും അവളുടെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് കോളേജിലേക്ക് നടന്നു നീങ്ങുന്നുണ്ട്. അതാരാണെന്ന് അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ടെങ്കിലും നിധി പെട്ടെന്ന് തന്നെ ആ വിഷയത്തിൽ നിന്ന് വഴിമാറുന്നുണ്ട്. അവരുടെ നടത്തത്തിനിടയിൽ നിധിയുടെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞ് എല്ലാവർക്കും ഷോക്കായെന്നും ഫോറിൻ പോയി PG ചെയ്യണമെന്നും നല്ല ജോലി ചെയ്യണമെന്നും ഒക്കെ ആയിരുന്നില്ലേ നിധിയുടെ ഡ്രീം എന്നും വീട്ടുകാർ നിശ്ചയിച്ച വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചോടി പോയെന്നും ഒക്കെ അറിഞ്ഞ് തനിക്ക് ടെൻഷനായെന്നും ഫോണിൽ വിളിച്ചിട്ട് വരെ നിധിയെ കിട്ടിയില്ലെന്നും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ലെന്നും എന്തിനാ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചതെന്നും ആരാണ് അവനെന്നും ഒക്കെ അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. അതെല്ലാം അങ്ങ് നടന്നു പോയെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാമെന്നും പറഞ്ഞ് അവർ ഓഫീസിനടുത്ത് എത്തുന്നുണ്ട്. അറ്റൻഡറെ കാണുന്ന നിധി അയാളുടെ കുശലം ചോദിച്ച് തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നഷ്ടമായെന്നും അതിന് റീഅപ്ലൈ ചെയ്യാൻ വന്നതാണെന്നും പറയുമ്പോൾ അദ്ദേഹം അവരെ സ്റ്റാഫ് റൂമിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള മിസ്സിനോട് അയാൾ കാര്യം പറയുമ്പോൾ എങ്ങനെയാ സർട്ടിഫിക്കറ്റ് മിസ്സായത്, വെക്കേഷൻ കഴിഞ്ഞ് കുറച്ച് നാളിലേ ആയുള്ളൂ, അപ്പോഴേക്കും മിസ്സായി പോയോ എന്ന് അവരും ചോദിക്കുന്നുണ്ട്.
അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ഒരു സാറും നിധിയോട് കുശലം ചോദിച്ച് ഇയാൾ ടിവിയിലും ന്യൂസ് പേപ്പറിലും എല്ലാം ഫേമസ് ആയല്ലോ എന്ന് പറയുന്നുണ്ട്. കൂടെയുള്ളൊരു സാറ് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഒരു പെണ്ണ് വീട് വിട്ടിറങ്ങി സിനിമയിൽ ഇതുപോലെ ചേസ് ചെയ്ത് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നത് ന്യൂസ് ചാനലിലൊക്കെ കണ്ടിരുന്നില്ലേ, അത് ഇവളാണെന്ന് അയാൾ പറയുന്നുണ്ട്. അത് കേൾക്കെ അവളുടെ മിസ്സും പറയുന്നുണ്ട്, നീ നന്നായി പഠിച്ച് ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ച ഒരു സ്റ്റുഡന്റ് അല്ലേ, നീ ലൈഫിൽ വലിയ ആളായി തീരുമെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നു, നീ നിന്റെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്തല്ലോ നിധി എന്നവരും നിധിയോടായി പറയുന്നുണ്ട്. പുറത്തിറങ്ങിയ അറ്റൻഡറും അരുണിനെ വിളിച്ച് നിധി കോളേജിലെത്തിയ കാര്യം അറിയിക്കുന്നുണ്ട്. എന്തിനാണ് അവൾ കോളേജിലേക്ക് വന്നതെന്ന് അരുൺ ചോദിക്കുമ്പോൾ അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയെന്നും അതിന് റീഅപ്ലൈ ചെയ്യാനാ വന്നിരിക്കുന്നതെന്നും അയാൾ പറയുമ്പോൾ ആരുടെ കൂടെയാ വന്നതെന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് മാത്രമാണ് ഉള്ളതെന്നും വേറെ ആരാ ഉള്ളതെന്ന് തനിക്കറിയില്ലെന്നും അയാൾ പറയുമ്പോൾ താൻ ഉടനെ കോളേജിലേക്ക് എത്താമെന്ന് പറഞ്ഞ് അരുണും കോൾ വെക്കുന്നുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റിന് റീഅപ്ലൈ ചെയ്യണമെങ്കിൽ പ്രിൻസിപ്പലിനെ കാണണമെന്നും പുറത്ത് വെയിറ്റ് ചെയ്യുന്നും അവർ വന്നാലുടനെ അറ്റൻഡർ വഴി അറിയിക്കാമെന്നും പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് നിധിയുടെ മിസ്സും അവളോട് പുറത്ത് വെയിറ്റ് ചെയ്യാനായി പറയുന്നുണ്ട്. അവർ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നിധിക്ക് സുധീഷിന്റെ കോൾ വരുന്നുണ്ട്. പോയ കാര്യം എന്തായിന്ന് സുധീഷ് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പലിനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിധി പറയുമ്പോൾ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഉണ്ടെന്ന് നിധി പറയുമ്പോൾ തന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് സുധീഷും തനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നുവെന്നും വഴിയിൽ വണ്ടി തടഞ്ഞു നിർത്തി കയറിയതാണെന്നും നിധി പറയുമ്പോൾ ഇറങ്ങി പോവാൻ പറഞ്ഞുകൂടായിരുന്നു എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. താൻ എങ്ങനെ പറയുമെന്ന് നിധി ചോദിക്കുമ്പോൾ അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോന്നും താനായിരുന്നെങ്കിൽ എപ്പോഴേ കാറിൽ നിന്ന് ഇറക്കി വിടുമായിരുന്നെന്നും സുധീഷ് പറയുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെന്നും താൻ പ്രിൻസിപ്പലിനെ കണ്ടിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നിധിയുടെ മാം പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രിൻസിപ്പൽ ഇന്ന് കോളേജിൽ വരില്ലെന്നും ഇനി 3-4 ദിവസത്തേക്ക് ലീവാണെന്നും അറിയിക്കുമ്പോൾ തനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉടനെ വേണമെന്നും അതിനായാണ് താൻ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയതെന്നും നിധി അറിയിക്കുന്നുണ്ട്. അത് കേൾക്കെ അവളുടെ മാമും നിധിക്ക് പ്രോസസ് ഒന്നും അറിയില്ലേ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട കോളേജിലെത്തി ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാനൊന്നും കഴിയില്ല, ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി സർട്ടിഫിക്കറ്റ് കളഞ്ഞതിനെ പറ്റി പറഞ്ഞ് ഒരു FIR കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം, അതിനുശേഷം FIR കോപ്പി വാങ്ങിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ FIR കോപ്പിയുമായി ഇങ്ങോട്ട് വന്ന ഇവിടുന്ന് ഞങ്ങളൊരു ലെറ്റർ കൂടി അറ്റാച്ച് ചെയ്ത് അത് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തോളാം, അത് പിന്നെ അവിടെ നിന്ന് അപ്രൂവ് ആക്കി ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിധിക്ക് അയക്കും. ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. ആദ്യം ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളഞ്ഞുപോയെന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുക്കുമെന്ന് മാം പറയുമ്പോൾ തനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണെന്നും ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്നും നിധി ചോദിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് ഏക വഴിയെന്നും നെക്സ്റ്റ് വീക്ക് എക്സാം എല്ലാം കഴിയുമെന്നും പിന്നീട് 1 മന്ത് കോളേജ് അവധിയാണെന്നും അതിനുള്ളിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ആ പ്രോസസ് എല്ലാം തീർക്കണമെന്നും സർട്ടിഫിക്കറ്റ് കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു പരാതി എഴുതി തരണമെന്നും ഇവിടുന്ന് ഒരു അക്നോളജ്മെന്റ് ലെറ്റർ തരാമെന്നും അത് വെച്ച് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കെന്നും അവളുടെ മാം പറയുമ്പോൾ നിധിയും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നിധി എഴുതി കൊടുത്ത പരാതി പ്രകാരം ഒരു അക്നോളജ്മെന്റ് ലെറ്റർ അവൾക്ക് നൽകുന്നുണ്ട്. അതുമായി അവർ കോളേജിന് പുറത്തെത്തുമ്പോഴേക്കും ക്യാൻറ്റീനിൽ ചായ കുടിക്കാനായി നിധി അവളുടെ ഫ്രണ്ടിനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ലേറ്റ് ആയെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. നിധിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാസ്കരനും കാറിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. നിധി കാറിൽ കയറാനായി പോകുമ്പോഴേക്കും പെട്ടെന്നൊരു കാർ വന്ന് അവളുടെ മുന്നിൽ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. നിധിയും ആകെ പേടിച്ച് നിലവിളിക്കുമ്പോഴേക്കും അവളുടെ ശബ്ദം കേട്ട് കാറിൽ നിന്നിറങ്ങിയ ഭാസ്കരനും ആ കാർ ഓടിച്ചയാളുടെ നേരെ ബഹളം വെക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കാറിന്റെ ഡോർ തുറന്ന് അരുൺ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവൻ നിധിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് വലിയ ഡയലോഗും അടിച്ചു പോയതല്ലേ, ഇപ്പൊ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നിരിക്കുന്നോ, നിന്റെ കാശ് കൊണ്ട് പഠിച്ചാണോ നീ ഡിഗ്രി എടുത്തത്, അച്ഛനല്ലേ നിന്നെ പഠിപ്പിച്ചത്, ഞങ്ങളെ വേണ്ട, ഞങ്ങളുടെ കാശ് കൊണ്ട് പഠിച്ച ഡിഗ്രി വേണമല്ലേ എന്നൊക്കെ അരുൺ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അച്ഛന്റെ കാശിൽ നിങ്ങൾക്ക് മാത്രമാണോ അവകാശമെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സൂപ്പർ, തനിയെ ജീവിച്ചു കാണിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ, ഇപ്പോ അച്ഛന്റെ കാശിന് അവകാശം പറഞ്ഞു വന്നിരിക്കുന്നോ, ആ ഡ്രൈവർ എന്താ നിന്നെ ഉപേക്ഷിച്ചോ എന്നരുൺ ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്നല്ലോ ഞാൻ ചോദിച്ചത്, എന്റെ കോളേജിൽ ഞാൻ പഠിച്ച ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനാ വന്നത്, നിങ്ങളാണ് ഞാനിവിടെ ഉണ്ട് എന്നറിഞ്ഞ് മര്യാദയില്ലാതെ ഇങ്ങോട്ട് വന്നത് എന്ന് നിധിയും പറയുന്നുണ്ട്. ഒരിക്കലും നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനായി താൻ അനുവദിക്കില്ലെന്നും അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചു പോയതല്ലേ എന്നും ഒരിക്കലും അവളെ വെറുതെ വിടില്ലെന്നും ഈ ജന്മത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ അവളെ സമ്മതിക്കില്ലെന്നും അരുൺ വെല്ലുവിളിക്കുമ്പോൾ പ്രോസസ് എല്ലാം ആരംഭിച്ചെന്നും ഉടനെ തന്നെ താൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമെന്നും നിധിയും തൻ്റെ കയ്യിലെ അക്നോളജ്മെന്റ് ഉയർത്തി കാണിച്ചുകൊണ്ട് അരുണിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അത് കാണെ അരുണും അവളുടെ കയ്യിലെ ആ ലെറ്റർ പിടിച്ചു വാങ്ങിക്കൊണ്ട് ഇത് കയ്യിലുള്ള അഹങ്കാരമാണ് നിനക്കല്ലേ, ഇതുണ്ടായാലല്ലേ നീ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് ആ ലെറ്റർ അവളുടെ മുന്നിൽ വലിച്ചു കീറിയിടുന്നുണ്ട്. നിധി അവനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും ഭാസ്കരനും അരുണിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അരുണും ഭാസ്കരനെ തള്ളി മാറ്റുമ്പോഴേക്കും പോലീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുമെന്നും ചേട്ടനും പഠിച്ചതല്ലേ എന്നും ഇങ്ങനെ റൗഡിയെ പോലെയാണോ പെരുമാറുന്നതെന്നും നിധി ചോദിക്കുമ്പോൾ
വായടച്ച് മിണ്ടാതിരുന്നില്ലെങ്കിൽ കത്തിയെടുക്കുമെന്നും ഇങ്ങോട്ട് കയറി വന്ന് എന്നെ അപമാനിക്കുകയാണെന്നും ഇനി ഈ നാട്ടിൽ കാല് കുത്തരുതെന്നും പറഞ്ഞ് നിധിയോട് പോവാനായി പറയുന്നുണ്ട് അരുൺ. തന്റെ സർട്ടിഫിക്കറ്റ് താൻ വാങ്ങിക്കാൻ വരുന്നതിൽ ചേട്ടൻ അപമാനമുണ്ടെങ്കിൽ പോയി ചാവെന്ന് നിധി പറയുമ്പോൾ ദേഷ്യം സഹിക്കാനാവാതെ അരുണും അവളെ ആഞ്ഞടിക്കുന്നുണ്ട്. എല്ലാം കണ്ടുനിന്ന് ഭാസ്കരനും റോഡിൽ വെച്ച് പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ എന്ന് ചോദിച്ച് അരുണിനെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളൊരു കൊലപാതകിയല്ലേ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. താനൊരു കൊലപാതകിയാണെങ്കിലും ഇങ്ങനെ പെൺപിള്ളേരുടെ മേൽ കൈവയ്ക്കുന്നത് നോക്കി നിൽക്കാനാവില്ലെന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. നീ എന്തു ചെയ്യുമെന്ന് അരുൺ ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും അവന്റെ ചെകിട്ടത്തൊന്നു കൊടുക്കുന്നുണ്ട്. ദേഷ്യത്തോടെ അരുണും ഭാസ്കരനെ കയറി പിടിക്കുമ്പോഴേക്കും നിധിയോട് വണ്ടിയിൽ കയറാനായി ഭാസ്കരൻ പറയുന്നുണ്ട്. നിധി കാറിലേക്ക് കയറി ഇരിക്കുമ്പോഴേക്കും അരുണും കാറിന്റെ ഡോർ തുറന്ന് അതിന്നൊരു കത്തിയെടുത്ത് ഭാസ്കരനെ ആഞ്ഞു കുത്തുമ്പോൾ തടുക്കുന്ന ഭാസ്കരന്റെ കയ്യിലാണ് ആ കുത്തുകൊള്ളുന്നത്. നിധിയും പരിഭ്രമത്തോടെ കാറിൽ നിറങ്ങുമ്പോഴേക്കും അരുണും ആ കത്തി വലിച്ചൂരിയെടുക്കുന്നുണ്ട്. നിധിയും ദേഷ്യം സഹിക്കാനാവാതെ പോലീസിനെ വിളിച്ച് പറയാനൊരുങ്ങുമ്പോഴേക്കും അരുണും ദേഷ്യത്തോടെ അവളെ വഴക്കു പറഞ്ഞ് വീണ്ടും അവളെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അത് കാണുന്ന ഭാസ്കരൻ അവനെ തടയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അരുൺ വീണ്ടും അദ്ദേഹത്തിന്റെ ചെകിട്ടത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പോഴേക്കും കോളേജ് അധികൃതരും ബഹളമെല്ലാം കേട്ട് ഇറങ്ങി വന്ന് അവിടെ കിടന്ന് അടിയുണ്ടാക്കരുതെന്ന് പറയുമ്പോഴേക്കും നിധി ഭാസ്കരനെയും കൊണ്ട് കാറിൽ കയറി പോകുന്നുണ്ട്. ഭാസ്കരനെയും കൊണ്ട് നിധി എത്തുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ എത്തി ഭാസ്കരന്റെ മുറിവെല്ലാം ഡ്രസ്സ് ചെയ്യുമ്പോഴേക്കും നിധി അവരെ യാത്രയാക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ നിധി താൻ മെഡിസിൻ വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടെന്ന് ഭാസ്കരനും. അവിടെ ഇരിക്കെന്നും താൻ പോയി വാങ്ങിക്കാമെന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ തന്റെ ഡ്രസ് ചെയ്ത കൈകൊണ്ട് കാശ് എടുക്കാനായി തുടങ്ങുന്നുണ്ട്. അതൊന്നും വേണ്ടെന്നും അവിടെ ഇരുന്നാൽ മതിയെന്നും പറഞ്ഞ് നിധി ടാബ്ലറ്റ് വാങ്ങിക്കാനായി പോകുന്നുണ്ട്. പിന്നീട് കാറിൽ തിരച്ചുള്ള യാത്രക്കിടയിൽ ഭാസ്കരൻ വേദനയോടെ മുഖം ചുളിക്കുന്ന കണ്ട് നല്ല വേദനയുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ ഇതിനേക്കാളും വലിയ വേദനകൾ സഹിച്ചിട്ടുണ്ടെന്നും അത് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു കൊതുകൂത്തിയ പോലെയുള്ളൂവെന്നും നിധിയോടായി പറഞ്ഞ് ഡ്രൈവറോട് പാട്ട് വെക്കാനായി പറയുന്നുണ്ട്. അവൻ അടിപൊളി പാട്ട് വെക്കുമ്പോഴേക്കും പാട്ട് മാറ്റെന്ന് ഭാസ്കരനും. അത് കേട്ട നിധിയും താൻ ബ്ലൂടൂത്തിൽ പാട്ട് വെക്കാമെന്ന് പറഞ്ഞ് ഭാസ്കരനെ പഴയ സിനിമാ ഗാനങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ആ പാട്ട് ആസ്വദിച്ചുകൊണ്ട് അതിനൊത്ത് പാടിക്കൊണ്ടുള്ള ആ യാത്രക്കിടയിൽ ഡ്രൈവർ ഉറങ്ങുന്നത് കണ്ട് വഴിയിലൊരിടത്ത് വണ്ടി നിർത്തി ചായ കുടിക്കാനായി അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അവൻ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ നിധിയും ഭാസ്കരനോടായി താനൊരു കാര്യം ചോദിക്കട്ടെ എന്നും ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്നും പറയുമ്പോൾ ചോദിക്കുന്ന ഭാസ്കരനും. പേടിയോടെ ധൈര്യം സംഭരിച്ചെടുത്തവൾ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കൊലപ്പെടുത്തിയതാണോ എന്ന് അവളുടെ ചോദ്യം കേട്ട് ഭാസ്കരൻ ഒരു നിമിഷം നിധിയെ നോക്കിക്കൊണ്ട് അവളെ മാത്രമല്ല താൻ പലരെയും കൊന്നിട്ടുണ്ടെന്നും നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ശല്യം ചെയ്താൽ അവരെയും കൊലപ്പെടുത്തുമെന്നും ഒരു കൊല ചെയ്യുന്നത് ഭാസ്കരന് അത്ര വലിയ വിഷയമല്ലെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഭാസ്കരൻ പറയുമ്പോൾ നിധിക്കും ആകെ പേടിയാവുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുമ്പോൾ അവർ വീട്ടിലെത്തുന്നുണ്ട്. അവിടെ സുധീഷും നികേഷും എല്ലാം നിധിയെ കാണഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ കയ്യിലെ കെട്ടുകണ്ട് എന്തു പറ്റി, വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ആക്സിഡന്റ് ഒന്നുമല്ലെന്നും താൻ പറയാമെന്നും പറഞ്ഞ് നിധി വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ഡ്രൈവറോട് സുധീഷ് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. സുഭാഷും അച്ഛനെ കണ്ട് ടെൻഷനോടെ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ യുദ്ധത്തിൽ വീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. കാര്യമറിഞ്ഞ സുധീഷ് നിധിയുടെ അടുത്തേക്ക് വന്ന് വീട്ടുകാർ വന്ന് പ്രശ്നമുണ്ടാക്കിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. താൻ എത്തിയതറിഞ്ഞ് ചേട്ടൻ കോളേജിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയെന്നും തന്നെ രക്ഷിക്കാനെത്തിയ അച്ഛനെ ചേട്ടൻ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചതാണെന്നും നിധി പറയുന്നുണ്ട്. എല്ലാം കേട്ട് സുഭാഷ് ടെൻഷനോടെ അച്ഛൻ്റെ കൈ നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളെല്ലാം നെവറായെടുത്ത് താനൊരു സ്ട്രോങ് മാനാണെന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. അച്ഛൻ കൂടെ വരുന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നെന്ന് സുഭാഷ് പറയുമ്പോൾ പോകുന്ന വഴി വണ്ടി തടഞ്ഞു നിർത്തി കാറിൽ കയറിയതാണെന്നും തൻ്റെ കൂടെ വന്നതുകൊണ്ടാണല്ലോ ഈ അപകടം പറ്റിയതെന്നും നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്. നല്ല സമയത്ത് അച്ഛന് കൂടെ വരാൻ തോന്നിയതെന്നും തനിച്ചായിരുന്നെങ്കിൽ നിധി എന്തു ചെയ്യുമായിരുന്നുവെന്നും അച്ഛൻ കൂടെ വന്നത് നന്നായെന്നും അച്ഛൻ്റെ കയ്യിൽ കെട്ടൊക്കെയുണ്ടല്ലോ ഹോസ്പിറ്റലിൽ കാണിച്ചോ എന്നും സുഭാഷ് ചോദിക്കുന്നുണ്ട്. കാണിച്ചെന്നും കയ്യിൽ സ്റ്റിച്ചുണ്ടെന്നും മെഡിസിൻസ് എല്ലാം തന്നിട്ടുണ്ടെന്നും നിധി പറയുമ്പോൾ തങ്ങളെ വിളിക്കായിരുന്നില്ലെന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. തൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി എന്ന ചിന്തയായിരുന്നുവെന്നും അതുകൊണ്ടാണ് ആരോടും പറയാഞ്ഞതെന്നും നിധി പറയുമ്പോൾ നിധി ഓക്കെ അല്ലെന്നും നിധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും സുഭാഷൻ ചോദിക്കുന്നുണ്ട്. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം സംഭവിച്ചതെന്നും ആകെ ടെൻഷനായെന്നും നിധിയും പറയുന്നുണ്ട്. ഇനി നിധി തനിച്ചെവിടെയും പോകണ്ടെന്നും ഞങ്ങൾ ആരെങ്കിലും കൂടെ വരുമെന്നും സുധീഷ് പറയുമ്പോൾ നിധിയും അതിനെതിർക്കാതെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.